വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. രാജ്യസഭയിൽ മൊത്തം അംഗങ്ങളുടെ ബലം 245 അതിൽ നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെയാണ്. BJPക്ക് ഇപ്പോൾ 117 എംപിമാരുണ്ട്. അതിൽ പല എംപിമാരും വിജയിച്ചു കയറുന്നത് എങ്ങനെയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. BJP വലിയ തോതിൽ പണമിറക്കി അട്ടിമറി നടത്തി രാഷ്ട്രീയ അട്ടിമറിയിലൂടെയാണ് പല സംസ്ഥാനങ്ങളിലും പല എംപിമാരെയും ജയിപ്പിച്ചെടുക്കുന്നത്. ഏറ്റവും അവസാനം ജാർഖണ്ഡിൽ BJP അത്തരത്തിലൊരു വെല്ലുവിളി നടത്തി വിജയിപ്പിച്ചെടുത്തു. വാസ്തവത്തിൽ അത് കോൺഗ്രസിന്റെ കഴിവുകേടായി തന്നെ കണക്കാക്കേണ്ടി വരും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ചർച്ച ചെയ്യേണ്ടത് BJPക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടുന്നു എന്നാണ്. ഒരു രാജ്യസഭാ എംപിമാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തപ്പെടുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗുരുതരമായ ആരോപണമാണ്. ഇതിനെതിരെ ഒരു അന്വേഷണവുമില്ല. EDയോ കസ്റ്റംസോ അങ്ങനെ ഒരു വിഷയങ്ങളുമായി അന്വേഷണം നടത്താറില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. യാതൊരു വിധത്തിലുള്ള ഫോളോ അപ്പും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്നേവരെ ചരിത്രത്തിൽ നടത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് എംപിമാരായി രാജ്യസഭയിലുള്ളത് നിലവിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 30. BJPക്ക് 117 എംപിമാർ. 6 എംപിമാർ കൂടി കിട്ടിയാൽ ഒറ്റയ്ക്ക് BJP ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകും. അതിനുവേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ബംഗാളിൽ നിന്നുള്ള സീറ്റ് ഒഴിവിലേക്ക് വരുമ്പോൾ രാജ്യസഭയിലെ എണ്ണം വീണ്ടും വർദ്ധിച്ച് 125 കുതിക്കുമെന്നാണ് BJP നേതാക്കളുടെ അനുമാനം. പക്ഷേ അവിടെയൊന്നും തീരുന്നില്ല കാര്യങ്ങൾ. ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പല സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ 21ഓളം സീറ്റുകൾ ലഭിക്കും. അതായത് 2027 മാർച്ചോടുകൂടി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ BJPക്ക് ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അട്ടിമറി വിജയം നേടിയെടുത്താൽ മാത്രമേ അത്തരത്തിലേക്കൊരു സാഹചര്യം വരികയുള്ളൂ. ഒഡീഷയിലെ വിജയം, അതുപോലെ തന്നെ ബംഗാളിലെ സമാനതകളില്ലാതെ നേടിയെടുത്ത വിജയം, ഇതൊക്കെയാണ് ഒരുപക്ഷെ BJPക്ക് മുതൽക്കൂട്ടായി രാജ്യസഭാ എംപിമാരുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവുണ്ടാകാൻ കാരണമാകുന്നത്. പക്ഷേ അവിടം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയെടുത്താലും ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നേടിയെടുത്താലും ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല വെല്ലുവിളികളും മുന്നിലുണ്ട്. മണി ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുഗമമായ നടത്തിപ്പുണ്ടാകുമെന്ന് കരുതുന്നുണ്ടെങ്കിലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ചും ആഭ്യന്തര വിഷയമായിരുന്നാലും പ്രതിരോധ വിഷയങ്ങളൊക്കെ ആയിരുന്നാലും ലോക്സഭയിൽ നടക്കുന്ന ചർച്ചകളെ അതിജീവിക്കാൻ കഴിയില്ല. നിലവിൽ BJP ശ്രമിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയല്ല, ഭൂരിപക്ഷത്തോടെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരമമായ നീക്കമാണ്. അതായത് എംപിമാരെ വിലയ്ക്ക് വാങ്ങുക, പ്രതിപക്ഷത്തുള്ള എംപിമാരെ ചാക്കിട്ട് പിടിച്ച് അവർക്ക് കോടികൾ ഒഴുക്കി കൃത്യമായി കോൺഗ്രസിനെ വിഡ്ഢികളാക്കുക.